കേരള ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം അതിലേക്ക് എല്ലാവരും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കേരള ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അത് നമുക്കറിയാം, കേരള ഫുട്ബോൾ അസോസിയേഷൻ എല്ലാ വർഷവും കുറച്ച് അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്തായാലും അതിൽ പ്രധാനപ്പെട്ട അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഏറ്റവും മികച്ച കോച്ചായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബിനോ ജോർജിനെയാണ്. എന്തായാലും അത് അർഹിച്ചൊരു പുരസ്കാരം തന്നെയെന്ന് പറയാം. കാരണം ഈസ്റ്റ് ബംഗാളിൽ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചത്, സന്തോഷ് ട്രോഫി ടീമിനെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചു. സോ അതുപോലെ തന്നെ യങ് ടാലൻസിനെ വളർത്തിയെടുക്കുന്നതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചൊരു കോച്ചാണ്. സോ എന്തായാലും നല്ലൊരു തീരുമാനം എന്ന് തന്നെ പറയാം. ഇനി ഏറ്റവും മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മാളവിക PA ആണ്. അതുപോലെ തന്നെ പുരുഷ താരം അർജുൻ V. കൂടാതെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഗോകുലം കേരള FC ആണ്. സോ ഇപ്രാവശ്യം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും മികച്ച ക്ലബ്ബാകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാകാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം. നമുക്കറിയാം, കേരള ഫുട്ബോൾ അസോസിയേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ അസോസിയേഷൻ. സോ അവർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗോകുലം കേരള FCക്കാണ്. സോ അത് എന്താ, ഗോകുലം കേരള FC അർഹനാണ്. പിന്നെ ഒരുപോലത്തെ ഫാനാണ്. ഇപ്പം ഗോകുലം കേരള FCയുടെ ആണെങ്കിലും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആണെങ്കിലും ഒരുപോലത്തെ ഒരു ആരാധകനാണ് ഞാൻ. ഗോകുലം കേരള FCയുടെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പേരാണ്. അത് ഗോകുലം എന്നുള്ളൊരു പേരാണ്. സോ അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേരള FC എന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സിന് കൂട്ടത്തെ എന്തെങ്കിലും പേര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല, അത് ബ്ലാസ്റ്റേഴ്സും ചേർക്കണമെന്നല്ല, അതുപോലെ നിൽക്കുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് പേര്, അല്ലാതെ ഒരു എന്താ പ്രൈവറ്റ് കമ്പനിയുടെ പേര് ഫ്രണ്ടിലിടുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് തന്നെ പറയണം. ഇതൊരു മാർക്കറ്റിംഗ് പോലെ അവർ ഇതിനെ കണ്ടു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ ഗോകുലം കേരള FCയുടെ യൂത്ത് ഡെവലപ്മെൻറ്റ്, വുമൺസ് ഡെവലപ്മെൻറ്റ്, അവരുടെ സീനിയർ ടീം 2 വട്ടം I-ലീഗ് ചാമ്പ്യന്മാരാണ്, ഡ്യൂറൻ കപ്പ് വിന്നേഴ്സാണ്. സോ ഉറപ്പായിട്ടും ഈ വർഷത്തെ പ്രകടനം, അത് കഴിഞ്ഞ സീസണിലെ പ്രകടനം അത്യാവശ്യവും മികച്ച തന്നെയായിരുന്നു. സോ ഉറപ്പായിട്ടും അവർ അർഹരാണ് ആ ഒരു എന്താ പറയുക പൊസിഷനിലേക്ക്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ